ഗുരുജനങ്ങൾക്കും സഞ്ചാരികൾക്കും എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും വിനീതമായ നമസ്തേ. ഈ ആഴ്ചയിലെ തുടക്കം ഒരു കഥ കേട്ടുകൊണ്ടാവാം. വളരെ വിശാലമായ കായലിൻ്റെ ഒത്തനടുക്കായി വലിയൊരു തുരുത്തുണ്ടായിരുന്നു. അവിടെ ഒരു ഹൈസ്കൂളും സർക്കാർ ആശുപത്രിയും ഗ്രാമസഭയും ഉണ്ടായിരുന്നു. അവിടുത്തെ ഗ്രാമീണർക്ക് ഉന്നത പഠനത്തിനും വിദഗ്ധ ചികിത്സയ്ക്കും ആവശ്യമുണ്ടെങ്കിൽ അവർ മെയിൻലാൻഡിനെ ആശ്രയിച്ചേ മതിയാകുമായിരുന്നു. സ്കൂളുള്ളതുകൊണ്ടാവാം ഗ്രാമവാസികൾ മിക്കവാറും പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞവരാണ്. ആ ഗ്രാമത്തിലെ നിറം അല്പം കുറവാണെങ്കിലും കാണുവാൻ സുമുഖനും ഐശ്വര്യവുമുള്ള ഒരു യുവാവായിരുന്നു തിലകൻ. തിലകൻ പഠനകാര്യത്തിലും സമർത്ഥനായിരുന്നു. അദ്ദേഹത്തിന് സ്കൂളിൽ ധാരാളം സമ്മാനങ്ങളും മറ്റും ലഭിച്ചിട്ടുണ്ട്. സ്കൂളിലെ അധ്യാപകരിൽ പലർക്കും തിലകനെ വളരെ ഇഷ്ടവുമായിരുന്നു. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ് തുടർ പഠിത്തത്തിന് തിലകൻ്റെ വീട്ടിലെ സാമ്പത്തിക അരക്ഷിതാവസ്ഥ കാരണം സാധിച്ചില്ല. അയാളും പരമ്പരാഗതമായ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടു. അയാൾ തൻ്റെ വരുമാനത്തിൻ്റെ 3/4 ഭാഗവും സേവ് ചെയ്യുകയും ചെയ്യുന്നതായിരുന്നു ശീലം. മറ്റു മുക്കുവരെ പോലെ മദ്യപാനമോ ചീട്ടുകളിക്കോ ഒന്നും തിലകൻ പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ 10-15 വർഷങ്ങൾക്കകം തന്നെ തിലകൻ മത്സ്യബന്ധനത്തിലുള്ള വഞ്ചി ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കുവാൻ സാധിക്കുകയും നല്ലൊരു കിടപ്പാടമുണ്ടാകുകയും ഒക്കെ ചെയ്തു. പല അവസരങ്ങളിലും കൂട്ടുകാർ കളിയാക്കുകയും നിർബന്ധിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും ഒരിക്കലും മദ്യപാനം നടത്തുവാൻ തിലകൻ തയ്യാറായില്ല. തിലകൻ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. സാമ്പത്തികം കുറഞ്ഞാലും വിദ്യാഭ്യാസം കുറഞ്ഞാലും തന്നേക്കാൾ നിറമുള്ള സുന്ദരിയായ ഒരു കുട്ടിയെ കല്യാണം കഴിക്കണം. അങ്ങനെയാണ് സുനന്ദ തിലകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആദ്യം അവരുടെ ജീവിതം സന്തോഷപൂർണ്ണമായിരുന്നു. ക്രമേണ മെയിൻലാൻഡിൽ നിന്നും ആ തുരുത്തിലേക്ക് ജോലിക്ക് വരുന്ന ചില സ്ത്രീകളെയെല്ലാം കണ്ട് അനുകരിച്ചതുകൊണ്ടാവണം സുനന്ദയുടെ ചിലവുകൾ കൂടി അവൾ ക്രമേണ ആർഭാടമായ ജീവിതം നയിക്കുവാൻ ആരംഭിച്ചു. തിലകൻ അറിയാതെ തന്നെ ആവശ്യവുമില്ലാത്ത വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളുമെല്ലാം വാങ്ങിച്ചു കൂട്ടി. ക്രമേണ തിലകൻ്റെ അധ്വാനം അവിടുത്തെ ചെലവിന് തികയാതെയായി. തിലകൻ കടക്കാരനുമായി. മാത്രമല്ല, വീട്ടിൽ സാമ്പത്തികത്തിനെ ചൊല്ലിയുള്ള അസ്വാരസ്യങ്ങളുണ്ടായി. തിലകനെ കൊണ്ട് വായിക്ക് കൊള്ളാമോ, തിലകൻ എന്ത് നേടി എന്നുള്ള തരത്തിലുള്ള മാനസികമായ പീഡനങ്ങളും തേജോവധവും ചെയ്യുന്നത് സുനന്ദ പതിവാക്കി. മാനസികമായി ഇരുന്ന തിലകനെ കൂട്ടുകാരുടെ നിർബന്ധവും പ്രേരണയുമായി പതുക്കെ മദ്യപാനം ആരംഭിച്ചു. ക്രമേണ തിലകൻ നല്ലൊരു മദ്യപാനിയായി. ഒരു ദിവസവും മദ്യപിച്ച് ലക്കുകെട്ട തിലകൻ വഴിയോരത്ത് ഇരിക്കുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനായ കരുണാകരൻ നായർ സാർ തിലകനെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയി. തിലകനെ കുളിക്കുവാനും അവിടുത്തെ വരാന്തയിൽ കിടന്നുറങ്ങുവാനും കരുണാകരൻ നായർ സാർ അനുവദിച്ചു. പിറ്റേ ദിവസം രാവിലെ കരുണാകരൻ നായർ സാർ തിലകന് സാരോപദേശങ്ങൾ നൽകി അയാളെ മോട്ടിവേറ്റ് ചെയ്തു. പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ശ്രമിക്കണമെന്ന് പറയുകയും അങ്ങനെ ശ്രമിക്കാം എന്ന് തിലകൻ വാക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെയാണ് ഗ്രാമത്തിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ രഥോത്സവം വരുന്നത്. രാവിലെ ജോലിക്ക് പുറപ്പെടുമ്പോൾ സുനന്ദ പ്രത്യേകം പറഞ്ഞു, ഇന്ന് രഥോത്സവമാണ്, എനിക്ക് ഉത്സവത്തിന് പോകണം, ഇന്ന് നിങ്ങൾ നേരത്തെ വരണമെന്ന്. നിർഭാഗ്യമെന്ന് പറയട്ടെ, പണി കഴിഞ്ഞ് തിലകൻ വൈകിട്ട് മടങ്ങിയെത്തിയപ്പോൾ അല്പം താമസിച്ചു പോയി. തിലകൻ്റെ വരവും കാത്ത്
നല്ല വസ്ത്രങ്ങളണിഞ്ഞ് ചമയങ്ങളും അണിഞ്ഞ് മുൻവശത്ത് തന്നെ സുനന്ദ ഉണ്ടായിരുന്നു. തിലകൻ്റെ തിലകൻ വീട്ടിലെത്തിയപ്പോൾ അല്പം താമസിച്ചതുകൊണ്ട് സുനന്ദ അവരുടെ പ്രതിഷേധമെന്ന വണ്ണം അവരണിഞ്ഞിരുന്ന ചമയങ്ങളും ആടയാഭരണങ്ങളും വസ്ത്രവും വലിച്ച് തിലകൻ്റെ മുമ്പിലെറിഞ്ഞു. കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലല്ലോ എന്നും തൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നും തിലകൻ്റെ മരണത്തിൽ മാത്രമേ അവർക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ എന്നും മറ്റും പറഞ്ഞ് പ്രാഗിക്കൊണ്ട് ക്ഷീണിതനായി വന്ന തിലകന് ഒരു ഗ്ലാസ് വെള്ളമോ ആഹാരമോ കൊടുക്കാതെ അവർ തിലകനുണ്ടാക്കിയ വീട്ടിൻ്റെ ഉമ്മറത്ത് തിലകനെ ഉപേക്ഷിച്ച് അവർ വീടിൻ്റെ ഉള്ളിൽ കയറി കതകടച്ച് ലൈറ്റുകളെല്ലാം അണച്ചു. വരാന്തയിൽ ഇരുന്ന തിലകൻ തനിക്ക് പറയാനുള്ളത് പോലും കേൾക്കാൻ അവൾ തയ്യാറായില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. സത്യത്തിൽ തിലകൻ രഥോത്സവം നടക്കുന്ന ദിവസം പൂർണ്ണമായ മദ്യപാനം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും കള്ള് ഷാപ്പിൽ പോയി അയാളുടെ പറ്റ് തീർക്കുകയും അവിടെ കടം വാങ്ങിയ സുഹൃത്തുക്കൾക്ക് കടവും വീട്ടി നേരെ കരുണാകരൻ നായർ സാറിനെ പോയി കണ്ട് മടങ്ങി വന്നതിലാണ് അല്പം താമസിച്ചു പോയി. പക്ഷേ സുനന്ദയുടെ ഈ പ്രവൃത്തിയും കുത്തുവാക്കുകളും തിലകനെ വല്ലാതെ വിഷമിപ്പിച്ചു. ജീവിതം അവസാനിപ്പിക്കുവാൻ തിലകൻ തീരുമാനിച്ച് അവിടെ നിന്നിറങ്ങി. അയാൾ എങ്ങോട്ടെന്നില്ലാതെ ലക്ഷ്യമില്ലാതെ നടക്കുവാൻ തുടങ്ങി. നടന്നു ചെന്നെത്തിയതോ ജഗന്നാഥൻ്റെ രഥയാത്ര വരുന്ന വഴിയിൽ. തിലകൻ അറിയാതെ തന്നെ രഥത്തിൻ്റെ ഒരു കയറിൽ പിടിച്ച് രഥം വലിക്കുവാൻ തുടങ്ങി. അയാളുടെ ചിന്തകൾക്ക് മാറ്റം ഉണ്ടായി. രഥം ഗ്രാമം കറങ്ങി അമ്പലത്തിൽ തിരിച്ച് പ്രവേശിച്ചപ്പോൾ വളരെ രാത്രിയായിരുന്നു. പൂജയും മറ്റും കഴിഞ്ഞ് ആളും ആരവവും ഒഴിഞ്ഞ് തിലകൻ ഒറ്റയായി. ഗ്രാമീണരെല്ലാം അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. തിലകനാകട്ടെ വീട്ടിൽ പോകുവാൻ കഴിയാതെ തിലകൻ്റെ പ്രിയപ്പെട്ട കായലിൻ്റെ കരയിലേക്ക് പോയി. തൻ്റെ ദുഃഖവും ഉയർച്ചയും താഴ്ചയും എല്ലാം അറിയാവുന്നതും കാണുന്നതുമായ തൻ്റെ പ്രിയപ്പെട്ട കായലിൻ്റെ കരയിൽ പോയിരിക്കുവാൻ തിലകൻ തീരുമാനിച്ചു. കായൽക്കരയിൽ എത്തുന്നതിന് മുമ്പേ തിലകൻ്റെ കാലിൽ എന്തോ തടയുന്നുണ്ടായിരുന്നു. തിലകൻ നോക്കിയപ്പോൾ അതൊരു ചെറിയ സഞ്ചിയാണ്. തിലകൻ ആ സഞ്ചിയും എടുത്തുകൊണ്ടാണ് കായൽക്കരയിൽ പോയത്. തിലകൻ സഞ്ചി തുറന്ന് കൈയിട്ട് ഒന്ന് പരത്തി നോക്കി. അവയെല്ലാം ചെറിയ കല്ലുകളാണ്. തിലകൻ അതിൽ നിന്നൊരു കല്ലെടുത്ത് ശാന്തമായ കായലിലേക്ക് എറിഞ്ഞു. ആ കല്ല് വീഴുന്ന ശബ്ദം അയാൾക്ക് സംഗീതമായി തോന്നി. കല്ലുണ്ടാക്കുന്ന ചെറിയ ഓളം ക്രമേണ വലുതായി കായലിൽ തന്നെ അന്തർലീനമാകുന്നത് അയാൾ ആസ്വദിച്ചു. അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ അയാളുടെ സഞ്ചിയിൽ നിന്നും ഓരോ കല്ലെടുത്ത് കായലിൽ എറിഞ്ഞുകൊണ്ടേയിരുന്നു. സമയം പോയതറിഞ്ഞില്ല. നേരം പരപരാവെളുത്തു. തിലകൻ്റെ കയ്യിൽ അവശേഷിക്കുന്ന ഒരു കല്ലാണ്. തിലകൻ ആ കല്ലും കായലിലേക്ക് എറിയുന്നതിന് മുമ്പേ കല്ലിലോട്ടൊന്ന് നോക്കി. തിലകൻ അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് പോയി. അത് വിലപിടിപ്പുള്ള ഒരു വൈഡൂര്യമായിരുന്നു. അപ്പോഴാണ് എത്രമാത്രം വൈഡൂര്യവും പളങ്കും പവിഴവുമെല്ലാമാണ് താൻ കായലിലേക്ക് വലിച്ചെറിഞ്ഞതെന്നുള്ള വസ്തുത തിലകൻ മനസ്സിലാകുന്നു. സത്യത്തിൽ ദേഷ്യവും കോപവും കൊണ്ട് തിലകൻ മതിഭ്രമം ആയി. കയ്യിലിരുന്ന അവസാനത്തെ കല്ലും അയാൾ അറിയാതെ തന്നെ കായലിലേക്ക് വലിച്ചെറിഞ്ഞു. സുബോധം വീണ്ടെടുത്ത തിലകൻ താൻ ചെയ്ത പ്രവൃത്തിയും തനിക്ക് ഈശ്വരൻ കാട്ടിത്തന്ന വഴിയും കളഞ്ഞു കുളിച്ചല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് കായൽക്കരയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. നമ്മളുടെ ജീവിതത്തിലുമൊക്കെ ഇങ്ങനെയാണ്. ആകസ്മികമായി ചില ദുർജനങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും.
അവരുടെ ഇൻഫ്ലുവൻസും ദുർജന സംഗമവും കൊണ്ട് ഭഗവാൻ നമുക്ക് തരുന്ന ഐശ്വര്യവും സൗഭാഗ്യങ്ങൾ പോലും കാണാൻ കഴിയാതെ നമ്മൾ അന്ധതയിലോട്ട് പോകും എന്നതാണ് ഈ കഥ നൽകുന്ന ഗുണപാഠം. മറ്റൊരു കഥയുമായി ഞാൻ നിങ്ങളെ വീണ്ടും കാണുന്നതുവരെ രാകേഷ് ചീമര വിടവാങ്ങും. സ്വസ്തി പ്രജ്ഞാപ്യ പരിപാലയാന്താം ന്യായേണ മാർഗേണ മഹിമഹിഷ ഗോബ്രഹ്മണേഭ്യോ സുഖമസ്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.